യുകെയിലെ വിദ്യാർത്ഥികളുടെ താമസ ചിലവ് കൂടി വരികയാണ്. ഏകദേശം 15% വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗ്രാൻഡി ഹോംസ് എന്ന സ്ഥാപനം നടത്തിയ പഠനത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത്. വാടക കൂടിയതാണ് പ്രധാന കാരണം. കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നതും നല്ല സൗകര്യങ്ങളുള്ള താമസ സ്ഥലങ്ങളോടുള്ള ഇഷ്ടവും ഇതിന് കാരണമാണ്. സർക്കാർ നൽകുന്ന വിദ്യാഭ്യാസ വായ്പകൾ മതിയാകുന്നില്ല. ഇത് വിദ്യാർത്ഥികളെ അവരുടെ കുടുംബാംഗങ്ങളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പല വിദ്യാർത്ഥികളും അവരുടെ വീട്ടിൽ നിന്നും പണം വാങ്ങിയാണ് പഠിക്കുന്നത്. പ്രത്യേകമായി നിർമ്മിച്ച വിദ്യാർത്ഥി ഹോസ്റ്റലുകളുടെ വാടക ഇപ്പോൾ ഒരു വർഷം ഏകദേശം 13,595 പൗണ്ടാണ്. ഇത് 2024-25 വർഷത്തെ കണക്കാണ്. 2022-23 വർഷത്തിൽ ഇത് 11,500 പൗണ്ടായിരുന്നു. ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ വാടക. അവിടെ ഒരു മാസം ഏകദേശം 1,211 പൗണ്ടാണ് വാടക. എന്നാൽ നോർത്തേൺ അയർലൻഡിൽ ഇത് ഏകദേശം 904 പൗണ്ടാണ്. 2025 യുകെയിൽ വാടക 8% വരെ കൂടി. ലണ്ടൻ, മാഞ്ചസ്റ്റർ, എഡിൻബർഗ് പോലുള്ള നഗരങ്ങളിൽ 8% മുതൽ 12% വരെയാണ് വർധനമുണ്ടായത്. ഏകദേശം 6 ലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യുകെയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താമസ സ്ഥലങ്ങൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. എന്നാൽ ആവശ്യത്തിനനുസരിച്ച് താമസ സ്ഥലങ്ങൾ ലഭ്യമല്ല. ഇത് വാടക കൂട്ടാൻ കാരണമാകുന്നുണ്ട്. ഗ്രാൻഡി ഹോംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പല ഹോസ്റ്റൽ ഉടമകളും ഈ രംഗം വിട്ടുപോകാൻ കാരണം ബാങ്ക് ലോണുകളുടെ തിരിച്ചടവ് കൂടിയതുകൊണ്ടാണ്. അതിനാൽ കുറഞ്ഞ വാടകയിലുള്ള വീടുകൾ കുറഞ്ഞു. അത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. PBSAകളിൽ നല്ല സൗകര്യങ്ങളുണ്ടെങ്കിലും വാടക കൂടുതലാണ്. ലണ്ടനിൽ ഒരു വർഷത്തെ PBSAയുടെ വാടക സർക്കാർ നൽകുന്ന പരമാവധി ലോൺ തുകയായ 13,348 പൗണ്ടിനേക്കാൾ കൂടുതലാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. 59% വിദ്യാർത്ഥികൾക്കും വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 61% പേരും ഇതിനായി സുഹൃത്തുക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ പണം കടം വാങ്ങുന്നു. ചില വിദ്യാർത്ഥികൾ പഠന സമയം കഴിഞ്ഞുള്ള ജോലികൾ കൂടുതൽ സമയം ചെയ്യുന്നു. ഇത് അവരുടെ പഠനത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു. യുകെയിൽ ഏകദേശം 6,78,000 PBSA ബെഡുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. എന്നാൽ ഏകദേശം 1.4 മില്യൺ ആളുകൾക്ക് താമസ സൗകര്യം ആവശ്യമുണ്ട്. ഈ കുറവ് വാടക കൂട്ടുന്നുണ്ട്. ലണ്ടനിലെ വാടക കൂടാതെ മറ്റു ചിലവുകളുമുണ്ട്. യാത്രാ ചിലവുകൾക്ക് ഏകദേശം 360 മുതൽ 600 പൗണ്ട് വരെയും ഭക്ഷണത്തിനും പലചരക്ക് സാധനങ്ങൾക്കുമായി 300 മുതൽ 600 പൗണ്ട് വരെയും യൂട്ടിലിറ്റി ചാർജുകൾക്ക് ഏകദേശം 200 മുതൽ 250 പൗണ്ട് വരെയും മാസം തോറും വേണ്ടിവരും. ഇതെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ലണ്ടനിൽ താമസിക്കുന്ന ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനായി ഏകദേശം 1,300 മുതൽ 2,000 പൗണ്ട് വരെ മാസം തോറും വേണം. ഇത് മെയിൻ്റനൻസ് ലോൺ തുകയേക്കാൾ വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ രീതിയിൽ വാടക കൂടിക്കൊണ്ടിരുന്നാൽ യുകെയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കിട്ടാൻ ബുദ്ധിമുട്ടാകും. വാടക കൂടുന്നതനുസരിച്ച് മെയിൻ്റനൻസ് ലോൺ കൂടാതിരുന്നാൽ അത് വിദ്യാർത്ഥികളെ യുകെയിൽ പഠിക്കാൻ വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇത് യൂണിവേഴ്സിറ്റികളുടെ സാമ്പത്തിക സ്ഥിതിയെയും യുകെയുടെ വിദ്യാഭ്യാസ മേഖലയെയും ബാധിക്കും. അതേസമയം വിദ്യാർത്ഥികളുടെ താമസ സ്ഥലങ്ങളുടെ വാടക താങ്ങാനാവുന്ന രീതിയിൽ ആക്കാൻ സ്കോട്ട്ലൻഡ് ഒരുപാട് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്കോട്ടിഷ് പാർലമെൻറ്റിലെ ലോക്കൽ ഗവൺമെൻറ് ഹൗസിംഗ് ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി PBSAകളുടെ യൂണിവേഴ്സിറ്റി ഉടമസ്ഥയിലുള്ള ഹോസ്റ്റലുകളുടെയും വാടക നിയന്ത്രിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്കോട്ട്ലാൻഡിൽ വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവുന്ന വാടകയിലുള്ള വീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം വരുന്നതോടെ മറ്റ് സ്വകാര്യ വാടകക്കാർക്ക് കിട്ടുന്ന എല്ലാ സംരക്ഷണവും വിദ്യാർത്ഥികൾക്കും കിട്ടും.